എന്നൊരു ചമ്പാരുന്തവളോ തകതയ്യ ചക്കി എന്നൊരു ചമ്പാരുന്തവളോ തന്നാം തെയ്യ കണ്ടാനകരുമ്പാരുന്തവളോ തകതയ്യ കണ്ടാനകരുമ്പാരുന്തവളോ തന്നാം തെയ്യ ചക്കി എന്നൊരു ചമ്പാരുന്തവളോ തകതയ്യ ചക്കി എന്നൊരു ചമ്പാരുന്തവളോ തന്നാം തെയ്യ. അരിഭക്ഷണമില്ലാതെ ഒരു ദിവസം പോലും ആലോചിക്കാൻ പറ്റാത്ത മലയാളിക്ക് പാലക്കാട് മുണ്ടൂർ പുരിയാനി പാടശേഖരത്തിലെ ഒന്നാം വിള കൊയ്ത്തിലൂടെ പ്രകൃതിദത്തമായ അരി കിട്ടിയെന്ന സന്തോഷത്തിൽ പിന്തുണയുമായി സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം പ്രായഭേദമന്യേ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ എത്തിയതോടെ കൊയ്ത്തുത്സവം നാടിന്റെ ഒരു ആഘോഷമായി മാറി. പരമ്പരാഗത രീതികൾ കൈവിടാതെയും സാങ്കേതിക വിദ്യയോട് മുഖം തിരിച്ചു നിൽക്കാതെയുമാണ് ഈ നേട്ടം. പുരിയാനി പാടശേഖരത്തിലെ 125 കർഷകരുടെ 48 ഹെക്ടർ സ്ഥലത്ത് കാഞ്ചന ഇനമാണ് കൃഷി ഇറക്കിയത്. പ്രതിവർഷം 2 വിളകൾ വിജയകരമായി കൃഷി ചെയ്ത് ഇവർ നെല്ലറയുടെ നാട്ടിൽ പൊന്നി വിളയിക്കുന്നു. നെൽകൃഷി ചെയ്യുവാൻ മടിച്ചു നിൽക്കുന്നവർക്ക് നൂതന സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വിളയിറക്കിയാൽ മികച്ച ഗുണം പ്രദാനം ചെയ്യുമെന്ന് തെളിയിക്കുകയാണ് പൊരിയാണി പാടശേഖര കർഷകർ. എന്റെ പേര് പി ആർ പഴയംകുട്ടി, പൊരിയാനി പാടശേഖര സമിതി സെക്രട്ടറിയാണ്. ഞങ്ങളുടെ പാടശേഖരം 1990 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ വർഷവും മാസമാസങ്ങളിൽ കമ്മിറ്റി കൂടുകയും ആവശ്യത്തിന് ജനറൽ ബോഡികൾക്ക് വിളിച്ചുകൂട്ടി കൃഷിക്കാരെ എല്ലാ വിവരങ്ങളും അറിയിക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഈ പാടശേഖരം എന്ന് പറയുന്നത് 48 ഹെക്ടറിൽ 125 കർഷകരടങ്ങുന്ന ഒരു പാടശേഖരമാണ്. വളരെ നല്ല കൂട്ടായ്മയോടുകൂടിയാണ് ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടുപോകുന്നത്. ട്രാക്ടർ, കളപറിക്കാനുള്ള കോണോവീഡർ, വിത്തിടിയിൽ യന്ത്രം, നടിൽ യന്ത്രം, ട്രില്ലർ, വൈക്കോൽ ചുരുട്ടിക്കെട്ടുന്ന യന്ത്രമായ ബെയിലർ, നെല്ല് പാറ്റി മുറിനെല്ല് വേർതിരിച്ചെടുക്കുന്ന വിന്നോവർ തുടങ്ങിയ യന്ത്രവൽക്കരണ കൃഷിരീതി വളരെ ലാഭകരവും ഗുണകരവുമാണെന്ന് കർഷകർ പറയുന്നു. പുതിയ തരം യന്ത്രങ്ങൾ ഇറങ്ങിയാൽ പരീക്ഷിക്കപ്പെടുക പൊരിയാണി പാടശേഖരമാണ്. ഇതിന്റെ ഗുണവും പോരായ്മയും ചൂണ്ടിക്കാട്ടാൻ ഇവിടുത്തെ കർഷകർക്ക് സാധിക്കും എന്നതാണ് കാരണം. നെൽകൃഷിയെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തൊഴിലാളി ക്ഷാമമാണ്. അത് കാരണം പലപ്പോഴും നമുക്ക് നെൽകൃഷി നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരു പരിഹാരം എന്ന് പറയാനുള്ളത് നമുക്ക് ഈ പറയുന്ന യന്ത്രവൽക്കരണം മാത്രമാണ്. നെൽകൃഷിയെ സംബന്ധിച്ച് നമുക്ക് വിത്ത് മുതൽ വിത്ത് വരെ എന്നുള്ള നിലയ്ക്ക് എല്ലാ പ്രക്രിയകൾക്കും നമുക്കിപ്പോൾ യന്ത്രവൽക്കരണം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ യന്ത്രവൽക്കരണം വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും കൂടുതൽ നെൽകർഷകരെ ഇതിൽ പിടിച്ചു നിർത്താനും നെൽകൃഷി ലാഭകരമാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ പൊരിയാനി പാടശേഖരത്തിൽ നമുക്ക് എല്ലാവിധ യന്ത്രവൽക്കരണവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നെൽകൃഷി സമ്പ്രദായമാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഇപ്പോൾ നടത്തി കൊണ്ടുവരുന്നത്. അതിന്റെ ഗുണം അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് കാരണം ഇപ്പോൾ 2 പൂവില് വൃത്തിയായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ തൊഴിലാളി ക്ഷാമം ഉണ്ടായിട്ട് പോലും അവർ അത് പിന്തുടർന്നു. അത് മറ്റുള്ള കർഷകർക്കും കൂടി മാതൃകയായി നമ്മുടെ പഞ്ചായത്തിലെ മറ്റു കർഷകരും ഇത് അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. യാതൊരു കീടനാശിനിയോ രാസവളമോ ഉപയോഗിക്കാതെ 48 ഹെക്ടർ സ്ഥലത്ത് ഇവർ കൊയ്തത് നന്മയുടെ പാടം കൂടിയായിരുന്നു. പച്ചില വളങ്ങളും ജൈവവളവും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. യൂറിയന്റെ ഉപയോഗം വളരെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ കീടരോഗങ്ങളാണ് പിന്നെ വലിയൊരു പ്രശ്നം. അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് ഏക്കറിന് 2 cc വീതം ട്രൈക്കോ കാർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് തണ്ടുതുരപ്പനും ഓലയിരുട്ടി പുഴുവിന്റെ ശല്യം തീരെ ഇല്ലാതെ കിട്ടുന്നുണ്ട്.
യൂറിയ പോലുള്ള രാസവളം ഒഴിവാക്കി ഏക്കറിന് 2 ടൺ കാലിവളമാണ് പാടത്ത് വിതറിയത്. പൂട്ടുന്നതിന് മുമ്പ് ഏക്കറിന് 75 കിലോ ചുണ്ണാമ്പും പച്ചിലവളം ഏക്കറിന് 10 കിലോ വീതവും നടിയിൽ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഏക്കറിന് 150 കിലോ ചുണ്ണാമ്പും 20 കിലോ പച്ചിലവളവും മണ്ണിൽ വിതറിയാണ് ഈ നേട്ടം കൊയ്തത്. ഒറ്റ ദിവസം കൊണ്ട് 4 ഏക്കർ നടിയിൽ നടത്തി കണ്ണാടി കർഷക മിത്ര തൊഴിൽ സേന ചരിത്ര വിജയം നേടി. പത്ത് ഹെക്ടർ സ്ഥലത്ത് നെൽവിത്ത് ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കും സീഡ് അതോറിറ്റിക്കും പൊരിയാണി പാടശേഖര സമിതി നൽകുന്നുണ്ട്. ഈ പൊരിയാനി പാടശേഖരം എന്ന് പറയുന്നത് ഒരു വനങ്ങളുടെ ഇടയിലാണ്. അത് മലന്റെ താഴെയാണ് ഈ കൃഷികൾ ചെയ്തത്. അപ്പോൾ എല്ലാ പന്നി, മയില്, മറ്റുള്ള മൃഗങ്ങളൊക്കെ നേരെ വന്ന് ഇറങ്ങുന്നത് നെൽകൃഷിയിലാണ്. അപ്പോൾ ഞങ്ങൾ തടയാനായിട്ട് ഞങ്ങളുടെ സാങ്കേതിക വിദ്യ, ഞങ്ങൾ മയിൽ വരുന്നത് നെല്ലാകുന്ന സമയത്താണ് മയിൽ വരിക. അപ്പോൾ ആ സമയത്താണ് മയിലിനെ റിബൺ കെട്ടി അതിനെ ശുശ്രൂഷിക്കുക. അതേപോലെ ഈ പന്നി വരുന്നതും അതേ രീതിയിലാണ്. അത് വരുന്ന സമയം പറഞ്ഞാൽ രാത്രി 8 മണിക്ക് ശേഷമൊക്കെ പന്നി പാടത്ത് ഇറങ്ങുള്ളൂ. സമീപത്തെ മലകളിൽ നിന്ന് കൂട്ടത്തോടെ എത്തി വിളവെടുക്കാറായ നെൽക്കതിർ മുഴുവൻ തിന്നു തീർത്തിരുന്ന മയിൽ, പന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളിൽ നിന്നും വർഷങ്ങളായി ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പൊരിയാണി പാടശേഖരം. കാട്ടുമൃഗങ്ങളെ ഭയന്ന് തരിച്ചിടുകയല്ല, മറിച്ച് അവയെ ചെറുക്കുക എന്ന പ്രതിരോധ തന്ത്രം പയറ്റുകയായിരുന്നു പൊരിയാണി പാടശേഖര കർഷകർ ചെയ്തത്. ഈ മയിൽ വരാതിരിക്കാനുള്ള ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ വെച്ചാൽ റിഫ്ലക്ടർ റിബൺ വരമ്പിന് ചുറ്റോടും കെട്ടിക്കൊടുക്കും. അതിന്റെ താഴ്വരയിൽ 2 പേര് കയറ് കെട്ടി അതിന്റെ മേലെ റിബൺ കെട്ടിയുള്ള പ്രതിരോധ ശക്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെൽപ്പാടങ്ങളിൽ തീറ്റ തേടിയെത്തുന്ന മയിൽക്കൂട്ടങ്ങൾക്കും മറ്റു പക്ഷികൾക്കും വിലക്ക് ഏർപ്പെടുത്താൻ ലളിതമായ സംവിധാനമാണ് സജ്ജീകരിച്ചത്. പാടവരമ്പിൽ ഇരുവശത്തുമായി മരത്തറികൾ സ്ഥാപിച്ച് അതിൽ 2 വരി കയറും മുകളിലായി പ്രത്യേക തിളക്കമുള്ള വെള്ളയും മഞ്ഞയും ചുവപ്പും അടങ്ങുന്ന മിന്നുന്ന നാടകൾ കെട്ടും. ഇവ ചെറുകാറ്റിൽ പോലും ഇളകും. അതിൽ പ്രതിഫലിപ്പിക്കുന്ന പ്രകാശം പക്ഷികളെ അസ്വസ്ഥരാകും. ദൂരത്ത് നിന്ന് തന്നെ നാടയുടെ തിളക്കം കണ്ണിൽ ഉടക്കുമെന്നതിനാൽ അവ അകന്നു പോവുകയാണ് ചെയ്യാറ്. സാധാരണ മയിലുകൾ പാടവരമ്പത്തിരുന്നാണ് നെൽക്കതിർ ഊരിയെടുക്കുക. റിഫ്ലക്ടർ റിബൺ കൊണ്ടുള്ള പ്രതിരോധ വലയത്തിനുള്ളിൽ മയിലിന് ഇരിക്കാനുള്ള ഇടവും ഉണ്ടാകില്ല. ചന്തമുള്ള മയിലിന് തിളക്കമുള്ള പ്രതിരോധം തീർത്തപ്പോൾ പൊരിയാണി പാടശേഖരത്തിന് കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗി. പന്നി വരുന്നതും അതേ രീതിയിലാണ്. അത് വരുന്ന സമയം പറഞ്ഞാൽ രാത്രി 8 മണിക്ക് ശേഷമൊക്കെ പന്നി പാടത്ത് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിന് മുന്നായിട്ടാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ക്രാക്കർ സ്റ്റേഷൻ എന്ന ഉപകരണം വെച്ച് ഞങ്ങൾ 8 മണിക്ക് അതിൽ തീ കൊടുക്കും. അതൊരു നമുക്ക് മണിക്കൂർ 20 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഓരോ പടക്കം വെക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറിന് 2 പടക്കം എന്ന തോതിൽ ഒരു 10 പടക്കം വെക്കുകയാണെങ്കിൽ ഒരു 3 മണി വരെ പൊട്ടാനുള്ള പടക്കം നമ്മളതിൽ സെറ്റ് ചെയ്യും. അത് അതെന്താ പറയുക, അതിൻ്റെ ഗ്യാപ്പിൽ പന്നി വരില്ല എന്നുള്ള കാര്യം നമ്മൾ പാടശേഖരത്തിൽ 100% ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു നേട്ടമാണ്. പിന്നെ അതിൻ്റെ വരുന്ന സമയം ഇതാണ്, രാത്രി 8 മണിക്ക് ശേഷം പുലർച്ചെ 3 മണി വരെ. കൃഷിയിടങ്ങളിൽ രാത്രികാലങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം വർദ്ധിച്ചപ്പോൾ പൊരിയാണി പാടശേഖര കർഷകർ വിജയകരമായി പരീക്ഷിച്ച ഒന്നാണ് വയലുകളിൽ രാത്രി പ്രയോഗിക്കുന്ന പടക്കവിദ്യ. ഇരുമ്പ് കമ്പികൾ കൊണ്ടുണ്ടാക്കിയ പെട്ടിയിൽ 20 സെന്റിമീറ്റർ ഇടവിട്ട് പടക്കങ്ങൾ കയറിൽ തിരികെ വയ്ക്കും. ഇതിന് രാത്രി 7 മണിക്ക് തിരികൊളുത്തിയാൽ പുലർച്ചെ 4 മണിവരെ അരമണിക്കൂർ ഇടവിട്ട് പൊട്ടിക്കൊണ്ടിരിക്കും. ഇത് കൃഷി നശിപ്പിക്കാനെത്തുന്ന കാട്ടുപന്നികളെ വിരട്ടി ഓടിക്കാൻ സഹായിക്കും. Yeah.
ഈ ഫെനോയിലും ഈ ഈർച്ചപ്പൊടിയും ഫെനോയിൽ മിക്സിങ് ചെയ്ത് പാടത്ത് വരമ്പുകളിൽ പന്നി വരുന്ന ഭാഗം നോക്കി ഓരോ കിഴികളായി കെട്ടിക്കൊടുത്താലും 100% പന്നി വരില്ല എന്നുള്ളത് ഞങ്ങളുടെ ഈ പൊരിയാനി പാടശേഖരത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാട്ടുപന്നികളെ ഓടിക്കാൻ പ്രയോഗിക്കുന്ന മറ്റൊന്നാണ് ഈർച്ചപ്പൊടിയിൽ ദുർഗന്ധമുള്ള ദ്രാവകങ്ങൾ കലർത്തി വയലുകൾക്ക് ചുറ്റും ചെറുകിഴികളായി കെട്ടിയിടുക. താരതമ്യേന ചെലവ് കുറഞ്ഞ മാർഗങ്ങളാണ് മയിലിൽ നിന്നും പന്നിയിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കാനായി പൊരിയാനി പാടശേഖര കർഷകർ സ്വീകരിച്ചിരിക്കുന്നത്. വർഷങ്ങളായി നെൽവയലുകൾ മുഴുവൻ മയിലും പന്നിയും നശിപ്പിച്ചിരുന്നത് ഈ വർഷം തീർത്തും ഇല്ലാതായിരിക്കുന്നതും കർഷകർക്ക് ആശ്വാസകരമായിരിക്കുകയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുവാൻ പൊരിയാനി പാടശേഖര സമിതി നടപ്പാക്കുന്ന നൂതന സാങ്കേതിക വിദ്യ അറിയാൻ ഹൈദരാബാദിൽ നിന്നും ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ വി വാസുദേവ റാവു ഇവിടം സന്ദർശിക്കുകയുണ്ടായി. വന്യമൃഗങ്ങളെ കൃഷിയിടങ്ങളിൽ നിന്നും അകറ്റി കൃഷി സംരക്ഷിക്കുവാൻ കർഷകർക്ക് നൂതന മാർഗ്ഗങ്ങൾ വികസിപ്പിച്ചു നൽകുന്ന വെർട്ടിബ്രേറ്റ് പെസ്റ്റ് മാനേജ്മെന്റ് തലവൻ കൂടിയാണ് ഡോക്ടർ വി വാസുദേവ റാവു. ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്, വളരെ ത്യാഗങ്ങൾ എന്ന് വെച്ചാൽ പന്നി, മയില്. ഇതാണിപ്പോൾ ആന വന്നിട്ടില്ല. ആന ഏകദേശം അടുത്ത് തന്നെ ഏകദേശം ഒരു 100-150 മീറ്റർ വരെ ആന വന്നിട്ടുണ്ട്. അത് വന്നാൽ പിന്നെ ഞങ്ങളുടെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല. കാട്ടാനകളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുവാൻ നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു തരണമെന്ന കർഷകരുടെ ആവശ്യവും പരിഗണിച്ചാണ് ഡോക്ടർ വി വാസുദേവ റാവു മടങ്ങിയത്. കൃഷി അറിവുകൾ തേടി മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥി സംഘം പൊരിയാനി പാടശേഖരത്തിലെത്തി. ഹോർട്ടിക്കൾച്ചർ കോളേജിലെ 60-ലധികം വരുന്ന അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് കാർഷിക മേന്മ നേരിട്ടറിയാനെത്തിയത്. പാടശേഖരത്തിൽ മയിൽ, പന്നി എന്നിവയെ പ്രതിരോധിക്കാൻ സജ്ജമാക്കിയ കർഷകരുടെ വിദ്യകൾ പഠന സംഘത്തിന് പുതിയ അനുഭവമായി. ജൈവിക മാർഗങ്ങളിലൂടെ കീടനാശിനി, കുമിൾ എന്നിവ നിർമ്മിക്കുകയും ഉപയോഗം സംബന്ധിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തു. യന്ത്രവൽകൃത നെൽകൃഷിയിലൂടെ കാർഷിക മേഖലയിൽ പുത്തൻ അധ്യായം രചിക്കുകയാണ് പൊരിയാനി പാടശേഖരം. ഞങ്ങൾ തൊഴിൽസേന എന്ന് പറയുന്നത് 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾക്ക് ഇതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ യന്ത്രങ്ങളെല്ലാം ഈ 15 പേർക്കും ഉപയോഗിക്കാൻ അറിയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പല ഭാഗത്തും പോയി മറ്റുള്ള പഞ്ചായത്തുകളിലും, മുണ്ടൂർ പഞ്ചായത്ത് ഒഴികെ പറളി പഞ്ചായത്ത്, പ്രാരീരി പഞ്ചായത്ത്, കേരളശ്ശേരി പഞ്ചായത്ത്, അങ്ങനെ മറ്റുള്ള ഇതര പഞ്ചായത്തുകളിലും പോയി പ്രവൃത്തികൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഞങ്ങൾക്ക് അതും വലിയ ഈ പാടശേഖരത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് മുണ്ടൂർ പഞ്ചായത്തിന്റെ പേരിലും അതിന്റെ വലിയൊരു നേട്ടം ഞങ്ങൾക്ക് വെളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആത്മ പദ്ധതിയുടെ ഭാഗമായി മണ്ണുത്തിയിലെ ഭക്ഷ്യസുരക്ഷാ സേനയിലെ വിദഗ്ധരാണ് മുണ്ടൂരിലെ ഒരു സംഘം കർഷകർക്ക് പരിശീലനം നൽകിയത്. യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ മാത്രമല്ല അറ്റകുറ്റപ്പണി ചെയ്യുവാനും ഇവർ പഠിച്ചു. യന്ത്രങ്ങൾക്ക് ചെറിയ തകരാർ വരുമ്പോൾ കൃഷി മുടങ്ങുന്ന സ്ഥിതി മറികടക്കാനാണ് ഈ ശ്രമം. പൊരിയാനി പാടശേഖരം എന്ന് പറയുന്നത് നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലെ ഒരു വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു പാടശേഖരമാണ്. കാരണം അതിലത്തെ എല്ലാ ഭാരവാഹികളും തന്നെ വളരെ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഏതൊരു കാര്യം അവരുടെ ഇടയിൽ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനും അത് മാതൃകയാക്കി നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒത്തൊരുമയാണ് ഈ പാടശേഖരത്തിന്റെ ഒരു വലിയൊരു വളരെ അധികം വിജയം എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടായ്മയും ഒത്തൊരുമയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ 2014 നെൽക്കതിർ അവാർഡ് ഈ പാടശേഖരത്തിന് ലഭിക്കാനുള്ള കാരണം. കാരണം ഏതൊരു പുതിയൊരു കാര്യവും ഈ പാടശേഖരത്തിൽ കൊണ്ടുവരാനും
അവരത് സ്വീകരിക്കാനും അത് വളരെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാനും അവർ മുന്നോട്ട് വരുന്നത് തന്നെയാണ് ഈ പാടശേഖരത്തിന്റെ വിജയം. അത് മറ്റുള്ള പാടശേഖരത്തിനും കൂടി ഒരു മാതൃകയാണ്. അതന്നെയാണ് ഈ പാടശേഖരത്തിന്റെ വിജയം, ഈ കൂട്ടായ്മ. മണ്ണിന്റെ മണവും നെല്ലിന്റെ മേന്മയും തിരിച്ചറിഞ്ഞിട്ടുള്ള പൊരിയാണി പാടശേഖരത്തിൽ 2014 മിത്രനികേതൻ പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് ലഭിക്കുകയുണ്ടായി. പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി നേടിയ കൂട്ടായ്മയുടെ വിജയമാണിത്. പൊരിയാണി പാടശേഖര സമിതിയുടെ പുരസ്കാര ലബ്ധിയെ ഇങ്ങനെ വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. ഇവരുടെ അധ്വാനത്തിന് പ്രതിഫലം ലഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നെൽക്കതിർ അവാർഡിന്റെ രൂപത്തിലാണ്. സംസ്ഥാനത്തെ മികച്ച പാടശേഖര സമിതിക്ക് നൽകുന്ന പുരസ്കാരം. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കശുമാവ് കൃഷിക്ക് ധനസഹായം. പൊപ്പോലു ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. കേരള സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസി കശുമാവ് കൃഷിക്ക് ധനസഹായം നൽകുന്നു. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത അധികം പടരാത്ത 3 വർഷത്തിനകം കായ്ഫലം തരുന്ന കശുമാവ് കൃഷി ചെയ്യാനാണ് ധനസഹായം. മരം ഒന്നിന് 100 രൂപ നിരക്കിൽ ഏക്കറിന് 8000 രൂപ ധനസഹായമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047427604556, മൊബൈൽ നമ്പർ 9446307456. ആലപ്പുഴ ചാരുമൂട്ടിൽ നടക്കുന്ന ഓണാട്ടുകര കാർഷികോത്സവത്തിന് മികച്ച കർഷകരെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കർഷകശ്രീ മികച്ച നെൽ കർഷകൻ, തെങ്ങ് കർഷകൻ, വാഴ കർഷകൻ, പച്ചക്കറി കർഷകൻ, സമ്മിശ്ര കൃഷി കർഷകൻ തുടങ്ങിയവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. പേര്, വിലാസം, ഫോൺ നമ്പർ, മത്സരിക്കുന്ന ഇനം, കൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തീർണം എന്നിവ കാണിച്ച് കർഷകർക്ക് നേരിട്ടോ കൃഷിഭവൻ വഴിയോ അപേക്ഷിക്കാം. അപേക്ഷകൾ നവംബർ 10-നകം ചാരുമൂട് കാർഷികോത്സവ സംഘാടക സമിതി ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9441169449. നേന്ത്രനോട് സാമ്യമുള്ള പൊപ്പോലു വാഴ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച പുതിയ വാഴയിനമാണ്. പൊപ്പോലുവിൽ നിന്ന് വൈൻ, ജാം, ജെല്ലി, വാഴപ്പിണ്ടി സിറപ്പ്, വാഴപ്പിണ്ടി അച്ചാർ, പൊപ്പോലു ചിപ്സ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാം. മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പരിശീലനം നൽകുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0474266359. സുഭാഷ് പലേക്കർ നേരിട്ട് പങ്കെടുക്കുന്ന ചെലവില്ലാ പ്രകൃതി കൃഷി പരിശീലന ക്യാമ്പ് 2016 ജനുവരി 3 മുതൽ 10 വരെ തൃശൂർ ചാലക്കുടിയിൽ സംഘടിപ്പിക്കുന്നു. 2015 ഡിസംബർ 10 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ക്യാമ്പിൽ പ്രവേശനമുള്ളൂ. രജിസ്ട്രേഷൻ ഫീസ് 1000 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 094973623839.
പശു വളർത്തലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കർഷകർക്ക് ഒരു അധിക വരുമാന മാർഗമെന്ന രീതിയിൽ പോത്തു വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മിൽമ ട്രെയിനിംഗ് സെന്റർ 3 ദിവസം ദൈർഘ്യമുള്ള പോത്തു വളർത്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസിൽ താമസം, ഭക്ഷണം, ക്ലാസുകൾ, പഠന സാമഗ്രികൾ, ഫാം സന്ദർശനം എന്നിവ ഉൾപ്പെടുന്നു. 2015 നവംബർ 16 മുതൽ 18 വരെ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ നടത്തുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 2015 നവംബർ 14 തീയതിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ബന്ധപ്പെടാവുന്ന വിലാസവും ഫോൺ നമ്പരും: പ്രിൻസിപ്പൽ IC KCMMF ലിമിറ്റഡ് ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം, തൃശൂർ. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048726958669. ഇനി കമ്പോളം നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി ക്വിന്റലിന് 10,000 രൂപ, കോഴിക്കോട് 11,000, തൃശൂർ 10,000. കൊപ്ര കൊച്ചി 6,750, കോഴിക്കോട് 7,250, തൃശൂർ 6,850. കുരുമുളക് അൺഗാർബിൾഡ് 65,700, ഗാർബിൾഡ് 68,700. ചുക്ക് മീഡിയം 19,000. ബെസ്റ്റ് 20,500, മഞ്ഞൾ സേലം 7,700, ഈറോഡിൽ 8,000. അടയ്ക്ക പുതിയത് 24,000 രൂപ മുതൽ 25,000 വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,250. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,100, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,325. കമ്പോള അവലോകനം. കാലവർഷം ശക്തമായതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കൊപ്ര സംസ്കരണം തടസ്സപ്പെട്ടു. മധ്യ കേരളത്തിലെ കൊപ്രക്കളങ്ങളിൽ തേങ്ങാട്ട് നിലത്തിൽ കണ്ട് മില്ലുകാർ വെളിച്ചെണ്ണ നീക്കം കുറച്ചു. കാലാവസ്ഥ കണക്കിലെടുത്താൽ വില ക്വിന്റലിന് 10,000 രൂപയ്ക്ക് മുകളിൽ പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ്. മാസാരംഭമായതിനാൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥ മൂലം പുലർച്ചെ റബ്ബർ ടാപ്പിംഗ് തടസ്സപ്പെട്ടു. കാർഷിക മേഖലകളിൽ ലാറ്റക്സിന്റെ ഉത്പാദനം കുറഞ്ഞിട്ടും വില ഉയർത്താൻ വ്യവസായികൾ തയ്യാറായില്ല. അവധി നിരക്കുകൾ ഇടിഞ്ഞത് വ്യാവസായിക ഡിമാൻഡ് മങ്ങാനും ഇടയാക്കി. സുഗന്ധവ്യഞ്ജന വിപണി സജീവമാണ്. ചരക്ക് സംഭരിക്കാൻ ആഭ്യന്തര വ്യാപാരികൾ കാണിച്ച ഉത്സാഹം കുരുമുളകിനും ചുക്കിനും ഏലത്തിനും നേട്ടമായി. ലഭ്യത കുറഞ്ഞതിനാൽ നിരക്ക് ഉയരുമെന്ന വിശ്വാസത്തിലാണ് ഉത്പാദകർ. കുരുമുളക് കിലോ 687 രൂപയിലാണ്. ടെർമിനൽ മാർക്കറ്റിൽ ചുക്ക് സ്റ്റോക്ക് കുറഞ്ഞതിനാൽ നിരക്ക് മെച്ചപ്പെടാം. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഇതാ വേറെന്തെങ്കിലും മതി. ഇതെന്താ ചേട്ടാ, ഇത്ര കുറച്ച് രാസവളം മതിയോ? കൃഷിപ്പണി വിടുവാണോ? കൃഷിപ്പണിയല്ല, വിവരക്കേട് വിടുകയാണ്. മണ്ണ് പരിശോധിപ്പിച്ചു. ഇനി മുതലാളി എത്ര വളം വേണോ അത്രയും മാത്രമേ വയലിലിടൂ. കർഷക സഹോദരരെ, ഇന്ന് തന്നെ ജില്ലയിലെ അടുത്തുള്ള ഭൂമി പരീക്ഷണ ലബോറട്ടറിയിൽ തീർച്ചയായും മണ്ണ് പരിശോധിപ്പിക്കുക. മണ്ണിൽ പോഷക തത്വങ്ങളും ഈർപ്പവും ചെടിയുടെ വളർച്ചയും കണക്കിലെടുത്ത് ആവശ്യത്തിന് മാത്രം പോഷക തത്വം ചേർക്കുക. പിന്നെ മണ്ണിൽ സൾഫർ, സിങ്ക്, ബോറോൺ പോലുള്ള സൂക്ഷ്മ പോഷകങ്ങളുണ്ടോ എന്ന് നോക്കാനും മറക്കരുത്. രാസവളത്തിന്റെയും ജൈവവളത്തിന്റെയും ശരിയായ ഉപയോഗം വഴി ഭൂമിയുടെ വളക്കൂർ നിലനിർത്തൂ, ഉത്പാദനം വർദ്ധിപ്പിക്കൂ, ചെലവ് കുറയ്ക്കൂ, വിലപ്പെട്ട വിദേശ നാണ്യം ലാഭിക്കാനും സഹായിക്കൂ. മന്ദഗതിയിൽ നൈട്രജൻ പുറത്തുവിടുന്ന രാസവളങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് കലർന്ന യൂറിയ പോലുള്ളവയ്ക്ക് മുൻഗണന നൽകൂ. പിന്നെ ഇലകളിൽ യൂറിയ തളിക്കുക. അല്ല, ചേട്ടൻ ശരിക്കും ബുദ്ധിശാലിയായാലോ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ജില്ലാ കൃഷി ഓഫീസർ അല്ലെങ്കിൽ കിസാൻ കോൾ സെന്റർ.